നമസ്തേ. നമസ്തേ. നമ്മളൊരു പുതിയ പരിപാടിയുമായിട്ടാണ് വന്ന കലാകാരന്മാരും ഇതെല്ലാമായിട്ടുള്ള ഒരു പരിപാടി, പുതിയ കണ്ണൂർ മൗണ്ടൻ ചാനലിൻ്റെ പ്രത്യേക പരിപാടി. നമ്മൾ പഴയ കലാകാരന്മാരെ ആദരിക്കാനും പല കാര്യങ്ങൾ അറിയാനും അതിനുള്ളൊരു പരിപാടിയാണ്. അത് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ പേര് പ്രദീപ്, തബലിസ്റ്റാണ്. 40 കൊല്ലമായി തബല വായിക്കുന്ന ആളാണ്. എൻ്റെ സുഹൃത്താണ് രാമചന്ദ്രൻ. അദ്ദേഹം ഒരുപാട് കാലം നാടകത്തിൽ പിന്നാടി പാടുകയും അതുപോലെ തന്നെ ഗാനവേദിയിൽ ഒരുപാട് മിന്നിത്തിളങ്ങിയ ഒരു ഗായകനായിരുന്നു രാമചന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് എല്ലാ കഥകളും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വിളിച്ചത്. നിങ്ങൾ ഏത് കൊല്ലം മുതൽ? ഞാൻ ഏകദേശം 1977 ആദ്യമായി അന്നത്തെ ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന ഉദയകലാ സമിതി എന്ന നമ്മുടെ നാടകത്തിൻ്റെ അകത്താണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ഞാൻ അതിൽ തന്നെ അവിടെയുള്ളൊരു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന, അരുൾ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ്റെ മുമ്പിലാണ് ആദ്യം എത്തിപ്പെട്ടത്. അവിടുന്ന് ഒരു 10 വർഷത്തോളം അവിടെ ഞാൻ ഗാനം അവിടെ നാടകത്തിന് പാടുകയും പിന്നീട് ആ നാടകം തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് പിന്നീട് നമ്മൾ 81 നമ്മുടെ അതിന് 85 മുന്നേ 81 തന്നെ നമ്മൾ അമ്പിളി ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഓർക്കസ്ട്ര ആരംഭിക്കുകയും അതിൻ്റെ ഒരു പ്രധാന ഗായകനായി നമ്മൾ മാറുകയും ചെയ്തു. അതിനുശേഷം 95 വരെ ഞാൻ ആ അമ്പിളി ഓർക്കസ്ട്രയിൽ ഗായകനായി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഗാനമേള നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ വലിയ ആർഭാടത്തിലൊന്നും അല്ല അന്നത്തെ ഓർക്കസ്ട്ര ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മ്യൂസിക് സംവിധാനത്തിന് നമുക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും അതിൻ്റെ സൗണ്ട് സിസ്റ്റം അത്ര വലിയ ഗുണങ്ങൾ ഉണ്ടായിരുന്ന കാലമല്ല. പക്ഷെ എങ്കിലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന രീതിയിലേക്ക് നമ്മൾ വരികയും അങ്ങനെ ഗാനമേള നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ ഓരോരോ വ്യക്തികൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ചേക്കേറി ജോലിയായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ഓർക്കസ്ട്ര പിന്നീടത് നാമവിശേഷപ്പെടുന്ന സമയത്താണ് നമ്മൾ സ്വന്തമായി ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കണമെന്ന രീതിയിൽ വരികയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ സെൻറ്റ് മൈക്കിൾസിലെ ഷൈജി മാഷ് കുറെ ആളെ ബന്ധപ്പെടാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം ലൈവ് പരിപാടികളായിരുന്നു. ലൈവ് പരിപാടിയാണ്. അന്ന് കണ്ടിന്നത്തെ പോലെ ട്രാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്ന് ലൈവ് പരിപാടികൾ. ഇന്നും അതുപോലെ ചേട്ടൻ ലൈവ് പരിപാടി പാടുന്നുണ്ട്. അതെ അതെ, അതായത് അന്ന് ലൈവ് പരിപാടിയാണ്. ലൈവ് പരിപാടി എന്ന് പറയുമ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വെച്ചുകൊണ്ട് നമുക്ക് 22ഓളം ആളുകളെ വെച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ ഇൻസ്ട്രുമെന്റ്സും ഗായകന്മാരും അവതരിപ്പിച്ചത്. ഇന്നത്തെ ട്രാക്ക് നമുക്ക് ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ആ ഒരു ഗുണങ്ങൾ ഇന്ന് നമുക്കില്ല എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് പല ആൾക്കാർക്കും എങ്ങനെയും പാടാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് ട്രാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ഗുണങ്ങളില്ലാത്തതാണ്. അതാണ് എൻ്റെ കലാജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴും ഞാൻ ഗാനമേളക്ക് പാടാൻ വേണ്ടി പോയിട്ടുണ്ട്. പ്രശസ്തരായ ആളെ കൂടെയുള്ള ഞാൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ്റെ ഒപ്പം നമ്മള് പ്രതിഭൻ അറിയാലോ, പ്രതിഭൻ സാറൊപ്പം നമ്മള് 2 പരിപാടിക്ക് 2 പരിപാടിക്ക് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ്റെ ഒപ്പം ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തലശ്ശേരിയിലെ നമ്മുടെ മരിച്ചുപോയി അവരെ ഒപ്പം പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ നമ്മുടെ കണ്ണൂർ ചിത്ര എന്ന് പറയുന്ന അംബിക ടീച്ചറൊപ്പം ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരൊപ്പം ഞാൻ പാടി. രമേശ് നാരായണന്റെ ഭാര്യ. അതെ രമേശ് നാരായണന്റെ ഭാര്യ എൻ്റെ പേര് 5 പരിപാടിക്കോളം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെ അന്നേരം ഞാൻ നെല്ലിക്കപ്പാലം കൊളച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ ഇളയമേൻ്റെ വീട്ടിലാണ് തോന്നുന്നത് പരിപാടിയൊക്കെ കൊണ്ടാക്കൽ. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവളെ രമേശ് നാരായണന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം രമേശ് നാരായണന്റെ ഭാര്യ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എനിക്ക്. അപ്പം ചന്ദ്രേട്ടൻ ഒരു നല്ല പാട്ട് പ്രേക്ഷകർക്ക് അതായത് കണ്ണൂർ മൗണ്ടൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ അവരെ പ്രകൃതി സുന്ദരമായ ഒരു ഭൂമിയും അതുപോലെ തന്നെ അവരൊരു പ്രകൃതിയെ സ്നേഹിക്കുന്ന
ഒരു ഹൃദയമായി കാണുന്ന ഒരു രീതിയിലേക്കാണ് അവരെ ഫ്യൂച്ചർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പഴയൊരു പാട്ട് 2 വരി പാടാം എന്ന് ഉദ്ദേശിക്കുന്നു. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്തു മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. കാടും പുഴകളും കതിരണി വയലത്ത് കസവിറ്റു നിൽക്കുന്ന വീടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്തു മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. ചന്ദ്രന് മക്കൾക്കാർക്കും കലയോട് എൻ്റെ മകള് പണ്ട് ചെറുതിലെ കലാവാസനയുള്ള കുട്ടിയായിരുന്നു. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ കുറച്ച് പരിമിതികൾ അവളെ സംബന്ധിച്ചിട്ടുണ്ടായതുകൊണ്ട് അവള് കൂടുതൽ പോയില്ല. പക്ഷെങ്കിൽ കലാശിക്ഷണം നടരാജ കലാനിലയത്തിലെ ബാലകൃഷ്ണ മാഷെടുത്ത ശിക്ഷണത്തിൽ ഡാൻസ് പഠിക്കുക, അതുപോലെ തന്നെ നല്ല പാട്ടുകാരിയാണ്. ഡാൻസ് എന്ന കൈരളി ചാനൽ കഴിഞ്ഞപ്പോഴേ ഒരു 10 വർഷം മുന്നേ ഇവിടെ അവരെ വാർഷികത്തിന് വന്നപ്പോൾ ആ ചാനലിൽ അവൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാലകൃഷ്ണ മാഷ നേതൃത്വത്തിലായിരുന്നു ഡാൻസ്. അതുപോലെ തന്നെ ഗൾഫിലുണ്ടായിരുന്നു എൻ്റെ മകള്. അവിടെ ഗൾഫിൽ നിന്ന് മഹേഷ് എന്ന് പറഞ്ഞ നമ്മളെ മഹേഷല്ല, നമ്മളെ ചെറുകുന്നുള്ള ഒരു പാട്ടുകാരനാണ്, പേരോർമ്മയില്ല. അവരെ ചാനലിൽ അന്ന് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ മകനും നന്നായിട്ട് പാടുന്ന ആളാണ്. പക്ഷെ അവരൊന്നും ഈ നമ്മൾ പറയാം, അതായത് പ്രൊഫഷണലായിട്ട് പോകാൻ വേണ്ടി അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് അവരിങ്ങനെ ചില മേഖലകളിൽ വന്ന് പോകുന്ന ഒരു രീതിയിലേക്ക് മാത്രമാണ്. ചന്ദ്രന്റെ ഈ കലയല്ലാതെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന നിലയിൽ ഞാൻ CITയുടെ ജില്ലാ കമ്മിറ്റി ഓട്ടോയിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അംഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന ബാങ്കിന്റെ ഒരു ഡയറക്ടർ കൂടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് എല്ലാ മേഖലയിലും ചന്ദ്രൻ നടക്കുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണ് ആ മേഖലയിൽ ഉള്ളത്. ഇന്ന് പരിപാടിക്ക് പാടുന്നില്ല. ഇന്ന് പാടുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ പ്രതിവൻ അടക്കമുള്ള സമയത്താണ് നമ്മളൊരു ഇരട്ടിയിലൊരു പ്രോഗ്രാമിന് ഒറ്റയ്ക്ക് ഒരു ഗാനമേള നടത്തുക എന്നുള്ളതൊരു വല്ലാത്തൊരു പ്രശ്നം. പക്ഷെ അവിടെ നമുക്ക് കിട്ടിയ സ്വീകാര്യത എന്തായാലും അറിയാമല്ലോ. അപ്പൊ ഭയങ്കര സ്വീകാര്യതയായിരുന്നു കിട്ടിയ ഗോഡ് ഈസ് ദ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ജനങ്ങൾക്കൊരു ആദരവാണ് ആ ഒരു പാട്ടുകൾ എന്ന് പറയും. പഴയ പാട്ടുകൾ ഇന്നും കുട്ടികളടക്കം ഇന്ന് ചാനലിൽ പഴയ പാട്ടുകൾ പാടിയിട്ടാണ് പോകുന്നത്. അതാണ് എൻ്റെ ഓർക്കസ്ട്രയിലെ ഒരുപാട് ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരായിട്ടൊന്ന് ചന്ദ്രേട്ടൻ നല്ല ഉണ്ട്, എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. അന്ന് ലൈവായിട്ട് പാടുന്ന ഇന്നത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് കീബോർഡിസ്റ്റ് എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ബാബുരാജ് മരിച്ചുപോയി. മഹേഷാട്ടനാണ് പഴയ കാലത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇന്ന് പിന്നെ മുമ്പത്തെ പോലെയല്ലല്ലോ, ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ഗാനമേളയായല്ലോ, ട്രാക്ക് മാത്രമേ. തീർച്ചയായിട്ടും അന്നാട്ടിലുള്ള ശരിയായ ഗാനമേള എല്ലാം ലൈവ് പഠിച്ചിട്ട് അതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറയുന്നത്, തളിപ്പറമ്പ് അങ്ങ് വളരെ ദൂരെയാണ് സ്ഥലത്തിന്. ഇപ്പോൾ കാവുമ്പായിൽ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് മഹേഷ് കുമാർ ആസാദ്, അപ്പോൾ കക്ഷിയായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ വണ്ടിയും കൊണ്ട് പോയപ്പോൾ അവിടെ ഒരു ഗാനമേളക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ 3-4-5 പാട്ട് 5-8 പാട്ട് പാടിയിട്ടൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, വേറെ ആളെ വിളിച്ചിട്ട് പറഞ്ഞ് ചന്ദ്രനോട് വരാൻ വേണ്ടി പറയണം പറഞ്ഞിട്ട് ഞാനവിടെ പോയിട്ട് ഞാൻ ആകെ പാടിയത് ഇല്ലുമുളം കാടുകളിൽ മാത്രമാണ്. പക്ഷെ അത് എന്നെ കൊണ്ട് 4 പ്രാവശ്യം അവരവിടെ പാടിപ്പിച്ചപ്പോൾ അത് ഞാൻ പാടാം. ഇല്ലിമുളങ്കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ, ഇല്ലിമുളങ്കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിലൂഞ്ഞലാടും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിലൂഞ്ഞലാടും തെന്നലേ തെന്നലേ എന്ന് നയിക്കണം. അപ്പോൾ നമ്മളിപ്പോഴത്തെ പഴയ കലാകാരന്മാരെ കണ്ണൂർ മൗണ്ടൻ ശേഖരയിൽ പ്രോത്സാഹിപ്പിക്കുകയും അല്ലേ, നമ്മളിപ്പോഴത്തെ ഒരുപാട് കാലം 10-40 വർക്ക് ചെയ്ത് ഇന്നത്തെ കലാകാരന്മാരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇത് നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക്
അംഗീകരിക്കാം അല്ലേ? അതെന്താ വെച്ചാൽ ഇപ്പം ഞാനിപ്പോ എന്നെ ഒരാള് വിളിച്ചതാണ്, സുധീഷ് സാറാ നമ്പർ തന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത്, എനിക്കറിയില്ല. മറ്റുള്ള ചാനലുകളൊക്കെ നമ്മൾ പോയിട്ട് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രേമലത എന്ന് പറയുന്നത് നമ്മളെ കവിത്രിയാണ്, നമ്മുടെ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ് ആ സ്ത്രീ. അപ്പോൾ അവരാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. കാരണം ഞാൻ ഒരു ആദ്യത്തെ ഒരു ശരിക്കും ഒരു അഭിമുഖ ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രോഗ്രാം അത്രയും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുമുള്ള ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ചാനലുകൾ തീർച്ചയായിട്ടും അതൊരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇന്നത്തെ തലമുറകളോട് പറയാനുള്ളത്, കാരണം നമ്മളും ഒരുപാട് കാലം ലൈവ് വായിച്ചു, തബല വായിച്ചു, പിന്നെ പരിപാടിക്ക് പഠിച്ച് വായിക്കലാണ്. ഇന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കീബോർഡ് നിന്ന് മാത്രം ഉണ്ടാകുന്നു. കീബോർഡ് എല്ലാം ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്, തബല ഒറിജിനൽ അല്ല, അതെല്ലാം ഇൻസ്ട്രുമെന്റ് ഒന്ന് ചെയ്യുന്നതാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇന്നത്തെ തലമുറ പോലെ സംഗീത പരിപാടി, ഞാൻ പല സ്ഥലത്തും തബലേന്റെ സംഗീത ക്ലാസ്സിൽ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ തലമുറ സംഗീത ക്ലാസ്സോട് തബല പഠിക്കാനോ ഇൻസ്ട്രുമെന്റ് പഠിക്കാനോ വലിയൊരു ഇതൊന്നും കാണിക്കുന്നില്ല ഇന്നത്തെ തലമുറ. അതിനെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ആഗസ്റ്റ് 2-ാം തീയതി ഞങ്ങള് രംഗ് കല അതുപോലെ തന്നെ തരംഗിണി ഓർക്കസ്ട്രയും കൂടിയിട്ട് ചിറക്കല് ഒരു പരിപാടി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകരണ സംഗീതം, അതുപോലെ തന്നെ ക്ലാസിക്കൽ നൃത്ത സംഗീതം, അതുപോലെ തന്നെ സിനിമാറ്റിക് പാട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു അധ്യാപകരാണല്ലോ പൃഥ്വി സാർ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളിൽ ഈ പറഞ്ഞതുപോലെ ഉപകരണ സംഗീതം നമുക്ക് ഇന്ന് ഇതിൽ കിട്ടും, നമ്മൾ മൊബൈലിൽ കിട്ടും. പക്ഷെ അതിന്റെ ക്വാളിറ്റി നമുക്ക് എന്തായാലും കിട്ടില്ല. ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ വന്നപ്പോ ഇതിന്റെ സാങ്കേതിക വിദ്യ ഇന്നത്തെ തലമുറക്ക് ഈ യഥാർത്ഥ സംഗീതം എന്താണെന്ന് അറിയുന്നില്ല അല്ലേ? ഇപ്പൊ പാട്ട് തന്നെ അങ്ങനെയാണല്ലോ. പാട്ട് നിങ്ങൾ പകുതി പാട്ട് ട്രാക്ക് ചെയ്യലും, പിന്നെ പകുതി നമ്മളെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആളെ കാണുന്നില്ല, പാടുന്നവരെ കാണുന്നില്ല. നമ്മള് ആ ഒരു പീസ് മാത്രം ഒരു ഫ്ലൂട്ടിൽ വായിച്ച് നമ്മൾ ആടെ തബല മാത്രം വായിക്കുന്നു, നമ്മൾ ആരെയും കാണുന്നില്ല. അല്ല, അതിലെന്താന്ന് പറഞ്ഞാല് നമ്മുടെ പുതിയ തലമുറയോട് പറയാനുള്ളത്, നമ്മള് പഴയ ഇതിലേക്ക് തിരിച്ചു പോകണം. പാട്ടെന്തോ ആവട്ടെ, അത് വേറൊരു വിഷയം. പക്ഷെ ഈ പഴയ തലമുറയൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പൊ ചാനലുകൾ പോകുന്നതും പഴയ പാട്ടുകളാണ് പഠിപ്പിക്കുന്നത്. പുതിയ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും ഇന്നും അറിയില്ല. അപ്പൊ മക്കളോട് പറയാനുള്ളത്, ഇതുപോലുള്ള ചാനലുകളിൽ നമുക്ക് വരുമ്പോഴും അതെ അവരെ ചാനലുകാരും കുറെ എന്താണ് ഇങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചാനല്, അതുപോലെ കണ്ണൂർ മൗണ്ടൻ എന്ന് പറയുന്ന ആ ചാനലിന്റെ എല്ലാവരോടും അവർക്ക് കഴിയണം. കാരണം അവരെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ തലമുറയെ ഓർക്കാനും പുതിയ തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മള് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചാനലുകളും ഉഷാറായി വരട്ടെ, അത് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടാൻ വേണ്ടി കഴിയട്ടെ എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു കാലം കൂടി ആവാലോ. അല്ലിയാമ്പൽ കടവേലം നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ, സൗണ്ടിനൊന്നും ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? ഇല്ല, സൗണ്ട് ഞാന് ഒരു മാറ്റമൊന്നുമില്ല. അന്നത്തെ സൗണ്ടും ഇന്നത്തെ സൗണ്ടും നമ്മളൊരു അല്ല. അതിലെന്താന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യും, വീട്ടിൽ നിന്ന് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ പരമാവധി എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ പാടി അവസാനിപ്പിക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ എനിക്ക് 65 വയസ്സായി. ഞാൻ 17 വയസ്സിൽ നിന്നും ഏകദേശം വയസ്സറിയാലോ, 17 വയസ്സിൽ നിന്ന് 65 വയസ്സിലേക്ക് ഉണ്ടാകുന്ന ദൂരം എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ആ പ്രായത്തിലുള്ള കലാകാരന്മാർ ഇന്ന് കുറവായിരിക്കും, വളരെ കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കലാകാരനല്ലെങ്കിൽ പോലും ഇന്നും അതിനെ കാത്തു സൂക്ഷിച്ചിട്ട് ഒരു പ്രോഗ്രാമിന് ഇന്ന് പെട്ടെന്ന് വിളിച്ചാൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു കലാകാരനായിട്ടാണ് ഞാൻ ഇന്നും കാണുന്നത്. അതിനെ
എൻ്റെ വോയിസ് പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കണ്ണൂർ മൗണ്ടൻ്റെ അവരെ ചാനലിൻ്റെ പരിപാടി നിങ്ങൾക്ക് നമ്മൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും അതുമാതിരി പിന്നെ വിലയേറിയ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും. അല്ല, അത് നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഈ പിന്നെ പരിപാടിക്ക് വേണം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആ ചാനലിലൂടെ പ്രോത്സാഹിപ്പിച്ച് അവർ നിർദ്ദേശങ്ങളും ചെയ്യണമെന്ന് മാത്രം പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമസ്കാരം.